ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവിനെ യിശ്ശായിയുടെ ഭവനത്തിൽ ദൈവം കണ്ടു. പ്രവാചകനായിരിക്കുന്ന ശമൂവേലിനോട് അത് വെളിപ്പെടുത്തി. ശമൂവേൽ ദൈവനിയോഗപ്രകാരം കൊമ്പിൽ നിറച്ച തൈലവുമായിട്ട് യിശ്ശായിയുടെ ഭവനത്തിലെത്തി. യിശ്ശായിയുടെ കാര്യമറിയിച്ചപ്പോൾ യിശ്ശായി തൻ്റെ 7 പുത്രന്മാരെ ആദ്യം ഇറക്കി നിർത്തി. അവരിൽ ആരിലും ദൈവം പറഞ്ഞ രാജാവിനെ കണ്ടില്ല. ഇനി നിനക്ക് മകനുണ്ടോ? ശമൂവേലിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ യിശ്ശായി പറയുന്നു, ഒരുവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുക, അവനെ വിളിച്ചുകൊണ്ട് വരുവാൻ ശമൂവേൽ പറഞ്ഞു. അതിന് പ്രകാരം അവനെ വിളിച്ചു വരുത്തി. അവൻ്റെ പേര് ദാവീദ് എന്നാണ്. അവനെ കണ്ട മാത്രത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ഇവനാണ് ഞാൻ കണ്ടിരിക്കുന്ന രാജാവ്. കൊമ്പിൽ നിറച്ച തൈലം ദാവീദിൻ്റെ ശിരസിൽ ഒഴിച്ച മാത്രയിൽ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഇന്ന് ഈ ദിനത്തിൽ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം, ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. ദാവീദിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആത്മനിയോഗപ്രകാരം നിറവിൽ ജീവിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.